ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സ്വാഗതം. മഴയൊന്നുമില്ലാത്ത നല്ലൊരു പുലരിയായിരുന്നു ഇന്ന്. വെയിൽ ഉദിച്ചു വരുന്നതേയുള്ളൂ. വെയിലിനോട് കിന്നാരം പറഞ്ഞ് എൻ്റെ ഫ്ലെയിം വയലറ്റ് പൂക്കൾ. രാവിലെ തന്നെ ഇവരുടെയൊക്കെ ഭാവം ഒപ്പിയെടുക്കുക എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ക്യാമറ എല്ലാ സമയവും ചലിച്ചുകൊണ്ടേയിരിക്കും. പുതുതായി ഞാൻ വാങ്ങിച്ച കുറച്ച് ചെടികളുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് ലഭിച്ച 2 കൂട്ടുകാരുണ്ട്. അവർ എനിക്കായി കൊടുത്തുവിട്ട കുറച്ച് പ്ലാന്റുകൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയധികം പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ചില നഴ്സറികൾ സന്ദർശിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലില്ലാത്ത ഒട്ടനവധി കളക്ഷനുകൾ കാണാൻ കഴിയുന്നത്. ഇതിലെ ഒട്ടുമിക്ക പ്ലാന്റുകളും എനിക്ക് പേരറിയാത്ത പ്ലാന്റുകളാണ്. പേരറിയാത്തവയുടെ പേരറിയാൻ നിങ്ങൾ കൂടി എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പ്ലാന്റ് കളക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ പ്ലാന്റാണിത്. സ്പൈഡർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ശരിയല്ലെങ്കിൽ എഴുതി അറിയിക്കുക. ഗ്രീനും യെല്ലോയും കൂടെ ചേർന്നതാണ്. ഗ്രീനും വൈറ്റും കളറുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഷെബിയാണ് സമ്മാനമായി നൽകിയിട്ടുള്ളത്. ഹെൽത്തിയായി പിടിപ്പിച്ച് അതിൻ്റെ ഒരു വീഡിയോ സമ്മാനിക്കലാണ് ഇനിയുള്ള എൻ്റെ ദൗത്യം. അതുപോലെ തന്നെ ഈ ഒരു പീസ് ലില്ലി ആയിഷ ലസ്നയാണ് സമ്മാനിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റിയാണിത്. അവൾക്കും അതുപോലെ തന്നെ ഇത് നട്ട് വളർത്തി വലിയ ചെടിയായതിനു ശേഷം ഒരു വീഡിയോ സമ്മാനമായി നൽകാം. ഈ ഒരു ചെടിയും അതിൽ പെട്ടത് തന്നെയാണ്. എനിക്ക് പേരറിയില്ല, നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഇനിയുള്ള ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് ഞാൻ ഉഷ നഴ്സറിയിൽ നിന്നും കളക്ട് ചെയ്തതാണ്. വയലറ്റ് കളർ പൂക്കളാണ്. നല്ല ഭംഗിയോടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചെടിയെ സ്വന്തമാക്കിയത്. ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വന്തമാക്കിയ മറ്റൊരു ചെടിയാണിത്. ഈ ഒരു ചെടിയെക്കുറിച്ചും ഞാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. ഇവനെയും പേര് നിർദ്ദേശിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തരുന്നു. ഇതിൻ്റെയൊക്കെ വില അറിയണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉഷ നഴ്സറിയിലെ നമ്പർ കൊടുക്കാം. നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. പിന്നീട് സ്വന്തമാക്കിയ ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെയും പേര് എനിക്കറിയില്ല. ഓരോ ചെടിയുടെയും പേര് കണ്ടുപിടിച്ച് പഠിച്ച് വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇവരെ സമർപ്പിക്കുന്നത് അറിയാത്ത പ്ലാന്റിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമാകുമല്ലോ. എനിക്കൊരൽപ്പം സമയവും ലാഭിക്കാം. ഇനിയുള്ള ചെടി അഗ്ലോണിമയാണ്. വളരെ ഭംഗിയുള്ള നീളൻ ലീഫുകളുമായുള്ള ഒരു ചെടിയാണ്. 250 രൂപയാണ് ഈ ഒരു ചെടിയുടെ റേറ്റ്. നല്ല ഗ്രീനും വൈറ്റും വരകളോട് കൂടിയ ഈ ഒരു അഗ്ലോണിമ വളരെ ഭംഗിയുള്ള ചെടി തന്നെയാണ്. ഉഷ നഴ്സറിയുടെ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട്. വേണ്ടവർ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പോകുക. ഇനിയുള്ള ഈ ഒരു ചെടി കലാത്തിയ ചെടിയാണ്. ചേളാരി ഗാർഡൻ വീഡിയോ ചെയ്ത് അവർ സമ്മാനമായി തന്ന ഒരു ചെടിയാണ്. നല്ല ഹെൽത്തിയായ ഒരു പ്ലാന്റാണ്. ഭംഗിയോട് കൂടി തന്നെ അവരെനിക്ക് സമ്മാനമായി തന്നതാണ്. മുൻപ് എൻ്റെ കയ്യിലുണ്ടായി അത് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അതിൻ്റെ ഒരു വിഷമം ആ ഒരു വീഡിയോ ചെയ്തതിലൂടെ എനിക്ക് തീർന്നിട്ടുണ്ട്. ഇനിയുള്ള ചെടിയാണ് ഫിറ്റോണിയ. 2 തരം ഫിറ്റോണിയ ഞാനൊരു ചിരട്ടയിലാണ് നട്ടിട്ടുള്ളത്. നന്നായി ഒന്ന് ഹെൽത്തിയായി വളർന്നതിന് ശേഷം മാത്രം നല്ല പോട്ടിലേക്ക് മാറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതും ഉഷ നഴ്സറിയിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് ബിഗോണിയയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ ബിഗോണിയ എൻ്റെ ഫ്രണ്ട് സമ്മാനിച്ചതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ ഒരു ബിഗോണിയക്കുള്ളത്. മൺചട്ടി കിട്ടാത്ത കാരണം തൽക്കാലം ഈ പ്ലാസ്റ്റിക് പോട്ടിലാണ് നട്ട് വളർത്തുന്നത്. ഇനി അതുപോലെ വാങ്ങിച്ച മറ്റൊരു ചെടിയാണിത്. ഇതിൻ്റെയും നെയിം എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നല്ല നീളൻ ഇലകളാണ്.
ബ്രൗൺ കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇനിയുള്ള അടുത്ത ചെടിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ. ഇതിൻ്റെ ഈ ഒരു കളറും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറും എനിക്ക് അവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. 3-4 ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും എൻ്റെ കൂട്ടുകാരികളാണ് എനിക്ക് കൊടുത്തയച്ചത്. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി എൻ്റെ കയ്യിൽ സുലഭമായിട്ടുണ്ട്. ഇത് റോയിയോ പ്ലാന്റ് ആണ്. ഹെൽത്തിയായി വളർന്നതിന് ശേഷം ഇവയെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഇനിയുള്ളത് കലാത്തിയ ചെടിയാണ്. പുതിയ ഒരു ഇനം കലാത്തിയാണ്. ഒരു ഭാഗത്ത് നല്ല വെൽവെറ്റ് പോലെയുള്ള എൻ്റെ കയ്യിലില്ലാത്ത മറ്റൊരു വെറൈറ്റി കലാത്തിയ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. ഈ ഒരു ചെടിയും ഉഷാ നഴ്സറിയിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിലയും അവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാം. ഇനിയുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഗ്ലോണിമ ചെടിയാണ്. ഇതും കൂട്ടുകാരികൾ സമ്മാനമായി നൽകിയതാണ്. നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ്. കമ്പ് മുറിച്ചാണ് അവർ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇനി കമ്പ് പിടിച്ച് തൈകളൊക്കെയായി എൻ്റെ ഗാർഡനിൽ ഭംഗിയായി വളരാൻ പോകുന്ന ഒരു ചെടിയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. മനോഹരികളായ എൻ്റെ അഗ്ലോണിമ ചെടികൾക്കിടയിൽ അതിമനോഹരിയായ ഇവൾ കൂടി ചേർന്നപ്പോൾ എൻ്റെ ഗാർഡന് ഒന്നുകൂടി ഭംഗി കൂടിയതായി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ചെടി എല്ലാവരുടെ വീട്ടിലും സുലഭമായി ഉള്ള ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരുടെ വീട്ടിലും ഭാഗ്യം കൊണ്ടുവരാനായി വളർത്തുന്ന ഒരു ചെടിയാണിത്. അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ഇനം കലാത്തിയ ചെടിയാണിത്. മറ്റൊരു ചെടി ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചു. അതിൻ്റെ ഇലകൾക്ക് വെൽവെറ്റ് രീതിയാണ്. ഇതിന് നല്ല ഗ്ലേസിംഗ് ഉള്ള ഇലകളാണ്. ഇതെനിക്ക് കൂട്ടുകാരികളാണ് സമ്മാനിച്ചത്. നല്ലൊരു ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സുന്ദരി കലാത്തിയ കുട്ടിയെയും എൻ്റെ ഗാർഡനിലേക്ക് സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. പല ഇനം ചെടികൾക്കിടയിൽ വീണ്ടും ഒരു സുന്ദരി കടന്നു വന്നിട്ടുണ്ട്. ബിഗോണിയ ചെടിയാണ്. എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയാണ്. ഇതും കൂട്ടുകാരികൾ സമ്മാനമായി കൊടുത്തുവിട്ടതാണ്. ഇനി സമ്മാനമായി കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രിയപ്പെട്ട ക്രിപ്താന്തസ് ചെടിയാണ്. അവളുടെ ചെടിയിൽ ആദ്യമായി ഉണ്ടായി വന്ന കൺമണിയെ പൊട്ടിച്ച് എനിക്കായി സമ്മാനം നൽകിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടികളുടെ കൂട്ടത്തിൽപ്പെട്ട ക്രിപ്താന്തസ് ചെടി. ഇതിൽ നിന്നും വ്യത്യസ്തമായ 1-2 തരം എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഈ ചെടി കൂടി എൻ്റെ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഈ ഒരു ചെടി ഞാൻ ഉഷാ നഴ്സറിയിൽ നിന്നും കളക്ട് ചെയ്തതാണ്. ഇതിൻ്റെ നെയിമും എനിക്കറിയില്ല. നിങ്ങൾക്കായി വിട്ടു തരുന്നുണ്ട്. അത്ര ഒരു ഹെൽത്തിയായ പ്ലാന്റ് അല്ല. ഇനി ഹെൽത്തിയായി വന്നിട്ട് വേണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു ചെടിയുടെ വിലയും നിങ്ങൾക്ക് ഉഷാ നഴ്സറിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അന്വേഷിച്ചാൽ കറക്റ്റായി അവർ പറഞ്ഞു തരും. ഏതായാലും നിങ്ങൾക്കറിയുന്ന പേരൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോക്ക് അവസാനമായി ഞാൻ കാണിക്കാൻ പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ലഭിച്ച 2 സുന്ദരിക്കോതകൾ. സുന്ദരമായ ഈ ഒരു പുലരിയിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. പറന്നു പോകാത്ത പ്രായമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ പുറത്തേക്ക് ഇറക്കി വിടാറുണ്ട്. ഇവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സമയവും കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. എൻ്റെ പ്ലാന്റുകളെ പോലെ തന്നെ എൻ്റെ ഈ മക്കളെയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും ഒരുപാട് ഉപകാരമുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.